ആലത്തൂരിൽ മത്സരിച്ച് ജയിച്ച രാധാകൃഷ്ണൻ ഇപ്പോൾ പിണറായി മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണ്. മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും രാജിവെച്ച് വേണം രാധാകൃഷ്ണന് ലോക്സഭയിലേക്ക് പോവാൻ. അവിടെ പോയി ആകെയുള്ള 3 CPM MPമാരിൽ ഒരാളായി ലോക്സഭയിൽ കുത്തിയിരിക്കുക, വല്ലപ്പോഴും അവസരം കിട്ടിയാൽ അറിയാവുന്ന മുറി ഇംഗ്ലീഷിൽ എന്തെങ്കിലും സംസാരിക്കുക എന്നതല്ലാതെ രാധാകൃഷ്ണന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇവിടെ മന്ത്രിയായി കുടുംബത്തോടൊപ്പം സ്വസ്ഥമായി ജീവിച്ചിരുന്ന രാധാകൃഷ്ണന് ഡൽഹിയിലേക്കുള്ള യാത്ര നഷ്ടക്കച്ചവടം തന്നെയാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജനകീയനായ രാധാകൃഷ്ണനെയും ശൈലജ ടീച്ചറിനെയും ഡൽഹിയിലേക്ക് അയക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ടാണ് രാധാകൃഷ്ണന് നറുക്ക് വീണത്. വിജയിക്കാൻ താല്പര്യമില്ലാതെ വേണ്ട പോലെ പ്രചരണം നടത്താതിരുന്നിട്ടും VT ബലറാമിന്റെ നേതൃത്വത്തിൽ രമ്യയുടെ വിജയം രാധാകൃഷ്ണന് സമ്മാനമായി കൊടുക്കുകയായിരുന്നു. കോൺഗ്രസ് നേതാക്കൾ ബോധപൂർവം അവഗണിച്ചും അപമാനിച്ചും അപവാദം പറഞ്ഞുമാണ് രമ്യ ഹരിദാസിനെ തോൽപ്പിച്ചത്. പക്ഷേ ആ വിജയം രാധാകൃഷ്ണന് വിനയായിരിക്കുന്നു. മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുത്തി അടുത്ത മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത പോലും ഇല്ലാതാക്കി രാധാകൃഷ്ണൻ ഡൽഹിയിൽ പോയി കുത്തിയിരിക്കേണ്ട ഗതികേടിലെത്തിയിരിക്കുന്നു.